ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2024 പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഡിവിഷൻ മെത്തേഡ്സ് എന്ന് പറഞ്ഞ 4ാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ 50 ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ഈച്ച് ഓഫ് ദ നമ്പേഴ്സ് ആസ് സെർട്ടൈൻ ടൈംസ് 8 ആൻഡ് എ റിമൈൻഡർ. എന്നിട്ട് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. അതിൻ്റെ താഴെ വേറെ 2 ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ക്യാൻ യു ഗസ് ഹൗ 9876 ഈസ് റിട്ടൺ ലൈക്ക് ദിസ്? ചെക്ക് യുവർ ഗസ് ബൈ ആക്ച്വൽ ഡിവിഷൻ. അതിൻ്റെ താഴെ റൈറ്റ് ഔട്ട് ദിസ് നമ്പർ പാറ്റേൺ എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം അതായത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? 9നെ 8ൻ്റെ ടൈംസും റിമൈൻഡറും ആയിട്ട് എഴുതണം. അത് കഴിഞ്ഞിട്ട് 98നെയും അതുപോലെ ചെയ്യണം. പിന്നെ 987നെയും അതുപോലെ ചെയ്യണം അല്ലേ. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? 9876നെ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ഗസ് ചെയ്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ആ ഒരു പാറ്റേൺ മുഴുവനാക്കാനുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് 9നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് 9നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 9 എന്നുള്ളത് ബോക്സിൻ്റെ ഉള്ളിൽ എഴുതുക, 8 എന്നുള്ളത് മുകളിൽ എഴുതുക അല്ലേ. എന്നിട്ട് 9ൽ എത്ര 8 ഉണ്ടെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് 1 കാണുന്നുള്ളൂ അല്ലേ. അപ്പോൾ ആ 1 എന്ന് നമ്മൾ ആ ഒരു ബോക്സിൻ്റെ ഇടതുഭാഗത്ത് എഴുതണം, ലെഫ്റ്റ് സൈഡിൽ എഴുതണം. അതുപോലെ ആ ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ എന്താ എഴുതേണ്ടത്? 1 × 8 = 8 എന്ന് എഴുതുക അല്ലേ. ഇനി ആ 8 എന്നുള്ളതിനെ നമുക്ക് ആ 9ൻ്റെ താഴെ എഴുതണം, അതായത് ബോക്സിൻ്റെ ഉള്ളിലും എഴുതണം. ഇനി എന്താ ചെയ്യുക? 9 എന്ന് 8 മൈനസ് ചെയ്യുക അല്ലേ. അപ്പോൾ 9 എന്ന് 8 മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ്? 1 എന്ന് കിട്ടും. അത് അടിയിലുള്ള ബോക്സിലും കൂടെ എഴുതി കൊടുക്കുക. ഇനി ആ എഴുതിയ 1ൽ പിന്നെ 8 പോകുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ അതെന്താണ്? റിമൈൻഡർ ആണ് അല്ലേ. 1 എന്ന് പറയുന്നതാണ് റിമൈൻഡർ. ടൈംസ് എത്രയാണ്? ആ ഒരു ബോക്സിൻ്റെ ഇടത് ഭാഗത്ത് എഴുതിയതാണ് ടൈംസ് ആയിട്ട് വരുന്നത്. അത് എത്രയുണ്ട്? 1 മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ടൈംസും 1 ആണ്, എന്താണ് റിമൈൻഡറും 1 തന്നെയാണ്. ഇനി അടുത്ത നമ്പർ എന്താണ്? 98 ആണ് അല്ലേ. 98നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതും ടൈംസും റിമൈൻഡർ ആക്കിയിട്ട് എഴുതണം അല്ലേ. 98നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ബോക്സൊക്കെ വരക്കുക. എന്നിട്ട് ബോക്സിൻ്റെ ഉള്ളിൽ 98 എന്ന് കൊടുക്കുക, മുകളിലായിട്ട് 8 എന്നും കൊടുക്കുക. ഇനി 98ൽ എത്ര 8 ഉണ്ടെന്നാണ് നോക്കേണ്ടത്. നമ്മൾ മുഴുവനായിട്ട് നോക്കണമെന്നില്ല. ആദ്യം നമുക്ക് കഴിയുന്ന എളുപ്പമുള്ള ഒരു സംഖ്യ കൊടുക്കുക. അപ്പോൾ നമ്മൾ 10 എന്ന് കൊടുത്താൽ 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ഒരു ബോക്സിൻ്റെ ഇടത് ഭാഗത്ത് 10 എന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് ആ 10 × 8 എത്രയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. 10 × 8 80 ആണ് അല്ലേ. അത് നമ്മൾ ആ ഒരു ബോക്സിൻ്റെ വലത് ഭാഗത്തും എഴുതി കൊടുത്തു. ഇനി ആ 80 എന്ന് കിട്ടിയില്ലേ, അത് നമ്മൾ എന്ത് ചെയ്യുക? 98ൻ്റെ താഴെ എഴുതുക. ഇനി എന്താ ചെയ്യേണ്ടത്? ആ 98 നിന്ന് 80 മൈനസ് ചെയ്യുക. അപ്പോൾ എത്രയാണ് കിട്ടുക? 18 എന്ന് കിട്ടുമല്ലോ. 98 നിന്ന് 80 മൈനസ് ചെയ്യുമ്പോൾ 18 എന്ന് കിട്ടും. അത് നമ്മൾ ആ താഴെ ബോക്സിൻ്റെ താഴത്തെ ബോക്സിൽ എഴുതി കൊടുക്കുക. ഇനി 18ൽ എത്ര 8 ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ എത്ര എണ്ണം ഉണ്ടാവും? ഒരു 2 എന്തായാലും ഉണ്ടല്ലേ. 2 × 8 16 അല്ലേ. അത് 18ൻ്റെ ഉള്ളിലുള്ള ഒരു സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 കൊടുക്കാം. പിന്നെ ഇടത് സൈഡിൽ എഴുതുക, 2 എന്ന് എഴുതുക. വലത് സൈഡിൽ 2 × 8 16 എന്ന് എഴുതുക. എന്നിട്ട് ആ 16 എന്നുള്ളത് നമ്മൾ ആ ബോക്സിൻ്റെ ഉള്ളിൽ എഴുതി കൊടുക്കണം, അതായത് 18ൻ്റെ താഴെയായിട്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? 18 നിന്ന് 16 മൈനസ് ചെയ്യുക അല്ലേ. അത് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 2 എന്ന് കിട്ടുമല്ലോ. ഇനി 2ൽ 8 വരുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ആ 2 എന്ന് പറയുന്നത് എന്താണ്? റിമൈൻഡർ ആണ് അല്ലേ. അപ്പോൾ പിന്നെ 98ൽ എത്ര 8 ഉണ്ട് നോക്കുമ്പോൾ അതിൽ റിമൈൻഡർ കിട്ടുന്നതാണ് എന്ത്? ഈ 2 എന്ന് പറയുന്നത്. എത്ര 8 ഉണ്ട്? എത്ര ടൈംസ് ആണ്? 10ഉം 2ഉം കൂടെ ഉണ്ട് അല്ലേ. 10 + 2 എത്രയാണ്? 12 ടൈംസ് ആണ്. അപ്പോൾ ടൈംസ് 12 ആണ്. റിമൈൻഡർ എത്രയാണ്? 2 ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത സംഖ്യ നോക്കാം. 987നെ 8ൻ്റെ ടൈംസും റിമൈൻഡറായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 987നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്രയാണ് എങ്ങനെയാണ് ചെയ്യുക? ആദ്യം നമ്മൾ ബോക്സൊക്കെ വരയ്ക്കുക. എന്നിട്ട് ആ ബോക്സിൻ്റെ ഉള്ളിൽ 987 എഴുതുക, മുകളിലായിട്ട് 8 എന്നും എഴുതണം. അപ്പോൾ നോക്കൂ, 987 എന്ന് പറഞ്ഞാൽ കുറച്ചൊരു വലിയ സംഖ്യ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ കുറച്ചൊരു വലിയ സംഖ്യ കൊണ്ട് ചെയ്ത് നോക്കാം അല്ലേ. ഒരു 100 എടുത്താൽ 100 × 8 എത്രയാണ്? 800 ആണ്. അപ്പോൾ അത് എന്തായാലും 987ൻ്റെ താഴെയാണല്ലോ, അതിനേക്കാളും ചെറുതാണല്ലോ. അതുകൊണ്ട് നമുക്ക് 100 എന്ന് എടുക്കാം. അത് നമ്മൾ ആ ഒരു ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 100 എന്ന് എഴുതി കൊടുത്തു. റൈറ്റ് സൈഡിൽ എന്താ എഴുതേണ്ടത്? 100 × 8 = 800 എന്ന് എഴുതി കൊടുക്കുക. ഇനി ആ 800 നമ്മൾ ആ ഒരു 987ൻ്റെ താഴെ, അതായത് ആ ബോക്സിൻ്റെ ഉള്ളിലായിട്ട് എഴുതി കൊടുക്കണം. ഇനി എന്താ ചെയ്യുക? അത് അതിൽ നിന്ന് മൈനസ് ചെയ്യണം അല്ലേ. 987 നിന്ന് 800 മൈനസ് ചെയ്യുക. എന്നിട്ട് ബാക്കി എത്ര ഉണ്ടെന്ന് നോക്കണം, ബാലൻസ് നോക്കുക. അപ്പോൾ എത്ര കിട്ടും? 187 എന്ന് കിട്ടും അല്ലേ. ഇനി അതിലെത്ര 8 ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഒരു 20 എന്തായാലും ഉണ്ടാവില്ലേ. 20 × 8 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 160 എന്ന് കിട്ടും അല്ലേ. 160 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഒരു 20 കൊണ്ട് ചെയ്ത് നോക്കാം.
അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 20 എന്ന് എഴുതുക, റൈറ്റ് സൈഡിൽ 20 × 8 = 160 എന്ന് എഴുതാം അല്ലേ. ഈ 160 എന്ന് പറയുന്നത് 187നെക്കാളും ചെറുതായതുകൊണ്ടാണ് നമ്മൾ 20 കൊണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ആ ബോക്സിൻ്റെ ഉള്ളിലും 160 എന്ന് എഴുതി കൊടുക്കുക. ഇനി എന്ത് ചെയ്യണം, 187 എന്ന് 160 കുറക്കണം അല്ലേ. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 187 - 160 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 27 ആണ്. അപ്പോൾ അത് താഴെയുള്ള കള്ളിയിലും കൂടി ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. ഇനി 27ൽ എത്ര 8 ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. ഒരു 3 8 എന്തായാലും ഉണ്ടല്ലോ. 3 × 8 എത്രയാണ്? 24, 24 ആണ്. അപ്പോൾ 27ൻ്റെ ഉള്ളിലുള്ള സംഖ്യ ആയതുകൊണ്ട് നമുക്ക് 3 കൊണ്ടൊന്ന് ചെയ്യണം. അപ്പോൾ 3 ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എഴുതുക. 3 × 8 = 24 എന്നുള്ളത് റൈറ്റ് സൈഡിലും എഴുതുക. എന്നിട്ട് ആ 24 എന്നുള്ളത് ബോക്സിൻ്റെ ഉള്ളിലും കൂടി എഴുതുക, അതായത് 27ൻ്റെ താഴെയായിട്ട്. ഇനി എന്താ ചെയ്യുക, 27ന് 24 കുറക്കണം അല്ലേ. മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 3 എന്ന് കിട്ടും. അപ്പോൾ അത് നമുക്ക് താഴെ എഴുതി കൊടുക്കാം. ഇനി അതിൽ 8 ഉണ്ടോ? 3ൽ 8 ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ അതെന്താണ്? റിമൈൻഡർ ആണ് അല്ലേ. അപ്പോൾ 3 റിമൈൻഡർ കിട്ടിയിട്ടുണ്ട്. എത്ര ടൈംസ് ആണ്? ഒരു 100 ഉണ്ട്, ഒരു 20 ഉണ്ട്, ഒരു 3 ഉണ്ട്. അത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് വരുന്നത്? 123 എന്ന് കിട്ടും അല്ലേ. ഇനി ഇതിൽ തന്നെയുള്ള അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? Can you guess how 9876 is written like this? പിന്നെ ചെക്ക് യുവർ ഗസ് ബൈ ആക്ച്വൽ ഡിവിഷൻ എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, പിന്നെ 9876നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ടൈംസും റിമൈൻഡറും ആക്കിയിട്ട് നമുക്ക് ഗസ് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഗസ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ 3 ചെയ്തില്ലേ, അതിൻ്റെ ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ നോക്കൂ, ആദ്യം നമ്മൾ 9നെയാണ് ചെയ്ത് നോക്കിയത് അല്ലേ. അതിൽ ടൈംസ് 1 റിമൈൻഡർ 1 ആണ്. പിന്നെ 98 ആയപ്പോൾ എന്തായി? ടൈംസ് 1 2, അതായത് 12, റിമൈൻഡർ 2 എന്നും ആയി അല്ലേ. ഇനി 987 ആയപ്പോഴോ, അപ്പോൾ 1 2 3 എന്ന് വന്നു. ടൈംസ് റിമൈൻഡറോ 3 എന്നും വന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത സംഖ്യ എന്താണ്? 9876 അല്ലേ. അതിൻ്റെ ടൈംസും റിമൈൻഡറും എത്രയായിരിക്കും? 1 2 3 4 എന്നായിരിക്കും അല്ലേ ടൈംസ് വരിക. റിമൈൻഡർ 4 എന്നായിരിക്കും അല്ലേ. അതാണോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കണം, ചെക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ ഗസ് ചെയ്ത് എഴുതിയിട്ടുള്ളതാണിത്. ഇത് കറക്റ്റ് ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബോക്സൊക്കെ വരച്ചിട്ട് ആ ബോക്സിൻ്റെ ഉള്ളിൽ 9876 എന്ന് എഴുതി കൊടുക്കുക, മുകളിൽ 8 എന്ന് എഴുതി കൊടുക്കുക അല്ലേ. ഇനി 9876 എന്ന് പറഞ്ഞാൽ കുറച്ചൊരു വലിയ സംഖ്യ ആയതുകൊണ്ട് ഒരു വലിയ സംഖ്യ കൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഒന്ന് ചെയ്ത് നോക്കണം. അതായത് എത്ര 8 ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കഴിയുന്ന സംഖ്യകൾ വെച്ചിട്ട് ആദ്യം ചെയ്യുക, എന്നിട്ട് അതെല്ലാം കൂടെ കൂട്ടുകയാണ് ചെയ്തിരുന്നത് അല്ലേ. ഇതുവരെ ചെയ്ത രീതി അതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ വലുതും കുറച്ച് എളുപ്പമുള്ളതുമുള്ള സംഖ്യ എന്നുള്ള നിലക്ക് നമുക്ക് ആദ്യം 1000 കൊണ്ട് ചെയ്യാം അല്ലേ. അപ്പോൾ 1000 കൊണ്ട് ചെയ്യുമ്പോൾ ആ ഒരു ബോക്സിൻ്റെ ഇടത് ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ 1000 എന്ന് എഴുതുക, റൈറ്റ് സൈഡിൽ എന്താ എഴുതേണ്ടത്? 1000 × 8 അല്ലേ. 1000 × 8 എത്രയാണ്? 8000 ആണ്. അപ്പോൾ അത് റൈറ്റ് സൈഡിൽ എഴുതുക. എന്നിട്ട് ആ 8000 എന്നുള്ളത് നമുക്ക് ആ ഒരു ബോക്സിൻ്റെ ഉള്ളിലും എഴുതി കൊടുക്കണം. അതായത് ആ 9876ൻ്റെ താഴെയായിട്ട് 8000 എന്നും എഴുതി കൊടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 9876 നിന്ന് 8000 സബ്സ്ട്രാക്ട് ചെയ്യുക അല്ലേ. അപ്പോൾ എത്രയാണ് കിട്ടുക? 1876 എന്ന് കിട്ടുമല്ലോ. അത് നമ്മൾ ആ താഴെയുള്ള ബോക്സിലും എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1876ൽ എത്ര 8 ഉണ്ടെന്നാണ് നോക്കേണ്ടത് അല്ലേ. അപ്പോൾ നോക്കൂ, നമുക്ക് കുറച്ചുകൂടെ ഒരു വലിയ സംഖ്യ തന്നെ എഴുതണം. അതായത് ഒരു 200 നോക്കുക. 200 എന്തായാലും ഉണ്ടല്ലോ. 208 എത്രയാണ്? 2 × 8 എത്രയാണ്? 16 ആണ്. എന്നിട്ട് 2 0 കൂടി എടുത്തെടുത്താൽ 1600 ആണ് കിട്ടുക അല്ലേ. അപ്പോൾ അത് മറ്റേ സംഖ്യൻ്റെ ഉള്ളിലുള്ള തന്നെ ആയതുകൊണ്ട്, അതായത് 1876നെക്കാളും ചെറിയ സംഖ്യ തന്നെ ആയതുകൊണ്ട് അത് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഒരു ബോക്സിൻ്റെ ഇടത് ഭാഗത്ത് 200 എന്നും വലത് ഭാഗത്ത് എന്ത് എഴുതുക? 208 = 1600 എന്നും എഴുതി കൊടുക്കുക അല്ലേ. ഇനി എന്ത് ചെയ്താൽ ആ 1600 ആ ബോക്സിൻ്റെ ഉള്ളിലും എഴുതി കൊടുക്കണം. ഇനി എന്ത് ചെയ്യണം? ആ 1876 നിന്ന് 1600 മൈനസ് ചെയ്യണം. അപ്പോൾ 276 എന്ന് കിട്ടുമല്ലോ. ഇനി അതിൽ എത്ര 8 ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ നമുക്ക് 30 കൊണ്ട് ചെയ്യാം. ഞാൻ 34 കൊണ്ട് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം 30 കൊണ്ട് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ളതിൽ എത്രയുള്ളത് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ 34 കൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ ചെയ്യാണ്. അതായത് 34 × 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 272 ആണ് അല്ലേ. അത് നമ്മൾ ആ ഒരു ബോക്സിൻ്റെ റൈറ്റ് സൈഡിലും എഴുതിയിട്ടുണ്ട്. എന്നിട്ട് 272 എന്നുള്ളത് ബോക്സിൻ്റെ ഉള്ളിലും എഴുതി കൊടുക്കുക. ഇനി എന്താ ചെയ്യുക? 276 എന്ന് 272 മൈനസ് ചെയ്യണം അല്ലേ. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 4 എന്ന് കിട്ടുമല്ലോ. ഇനി അതിൽ 8 പോവുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ അതെന്താണ്? റിമൈൻഡർ ആണ് അല്ലേ. അപ്പോൾ റിമൈൻഡർ 4 എന്ന് കിട്ടിയിട്ടുണ്ട്. ടൈംസ് എത്രയാണ്? ഒരു 1000 ഉണ്ട്, ഒരു 200 ഉണ്ട്, ഒരു 34 ഉണ്ട്. അത് മൂന്നും കൂടെ ആഡ് ചെയ്യാം.
അപ്പോൾ എത്രയാണ് കിട്ടുക? 1234 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 1234 ടൈംസ് ആണ് അതിൽ 8 ഉള്ളത്. അതുപോലെ അതിൻ്റെ റിമൈൻഡർ എത്രയാണ്? 4 ആണ്. അതന്നെയല്ലേ നമ്മൾ ഊഹിച്ച് ഗസ് ചെയ്ത് കണ്ട് എഴുതിയിട്ടുള്ളത്? സൈഡിൽ നോക്കൂ, അതന്നെയല്ലേ നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത്? അപ്പോൾ അതന്നെയാണ് നമ്മൾ ചെയ്ത് നോക്കിയപ്പോഴും ആൻസർ കിട്ടിയതില്ലേ? ഗസ് ചെയ്ത അതേ ആൻസർ തന്നെയാണ് നമ്മളത് ക്രിയ ചെയ്തപ്പോഴും കിട്ടിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി ഇതിലുള്ള അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. റൈറ്റ് ഔട്ട് ദിസ് നമ്പർ പാറ്റേൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ ആ ഒരു പാറ്റേൺ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്തതൊക്കെ ഒന്ന് എഴുതാം. 9നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പോൾ ടൈംസ് 1 റിമൈൻഡർ 1 കിട്ടി. 98നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ടൈംസ് 12ഉം റിമൈൻഡർ 2ഉം കിട്ടി അല്ലേ? ഇനി അടുത്ത സംഖ്യ എന്താണ്? 9, 8, 7 അല്ലേ? അങ്ങനെ കുറഞ്ഞാണ് നമ്പേഴ്സ് കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ടൈംസ് എന്താ ഉണ്ട്? കൂടി വരുന്നുണ്ട് അല്ലേ? എത്ര ഡിജിറ്റ് ഉണ്ടോ അത്ര ഡിജിറ്റാണ് വരുന്നത്. അതായത് 9, 8, 7 3 ഉള്ളത്. അപ്പോൾ 1, 2, 3 ആക്കിയിട്ട് 3 വരെ എഴുതി. റിമൈൻഡർ ആ 3 എന്ന് എഴുതി. ഇനി അടുത്തത് 4 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ അതിന് 1, 2, 3, 4 വരെ എഴുതി. റിമൈൻഡർ 4 ആക്കി. അടുത്തത് 5 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ ടൈംസ് എന്തായി? 5 വരെ എഴുതുക. 1, 2, 3, 4, 5 വരെ എഴുതുക. റിമൈൻഡർ 5 എന്നും എഴുതുക. ഇനി അടുത്തത് 6 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ എന്ത് എഴുതുക? 1 മുതൽ 6 വരെ എഴുതുക. റിമൈൻഡറോ അത് 6 എന്നും എഴുതി കൊടുക്കുക. അടുത്തത് 7 ഡിജിറ്റ് ആണുള്ളത്. അപ്പോൾ 1, 2, 3, 4, 5, 6, 7 വരെ ടൈംസിൽ എഴുതുക. റിമൈൻഡറിൽ ആ 7 എന്നും എഴുതി കൊടുക്കുക. ഈ ഒരു രീതിയിലാണ് ഈ ഒരു പാറ്റേൺ പോകുന്നത്. ഓക്കെ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.